വെണ്ടയ്ക്ക ഇനി ഇങ്ങനൊന്നും ഉണ്ടാക്കി നോക്കിക്കേ. ഇതുപോലെ തോരൻ വെച്ചാണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിനൊരു സ്പെഷ്യൽ ഐറ്റം ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് നമുക്ക് വഴിയേ നോക്കാവേ. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം ഒരു ചെറിയ സവോള അരിഞ്ഞ് ചേർക്കാം കേട്ടോ. ആ സവോള നന്നായിട്ടൊന്ന് വഴക്കിയെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു സ്പൂൺ മുളക് പൊടി കേട്ടോ. ഇനി ആ പൊടികളുടെ പച്ച മണം മാറുന്നവരെ നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവേ. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ. ഈ വെണ്ടയ്ക്കയിൽ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, പെട്ടെന്ന് ഉപ്പ് പിടിക്കും. അതുകൊണ്ട് വളരെ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാവുള്ളൂ. അതിന് ശേഷം മിക്സ് ചെയ്ത് നോക്കിയിട്ടേ ചേർക്കാവുള്ളേ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതൊന്ന് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവേ. അപ്പോൾ അതാ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ ചെറിയതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഈ ഒരു വെണ്ടയ്ക്ക തോരൻ്റെ മെയിൻ ടേസ്റ്റ് കൂട്ടുന്ന ഐറ്റം എന്താണെന്നറിയോ? അതാണ് ഇനി നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്നത് കേട്ടോ. അത് മുട്ടയാണേ. നടുക്കേക്ക് കുറച്ച് 2 മുട്ട ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ടങ്ങ് സ്ക്രാമ്പിൾ ചെയ്തെടുത്താണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു വെണ്ടയ്ക്ക മുട്ട തോരന്. ഒരു തവണ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ എപ്പോഴും വെണ്ടയ്ക്ക കിട്ടുമ്പോൾ ഇങ്ങനെയേ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.